ഞങ്ങളെല്ലാം കേരളത്തിലെ ജനത കാതോർത്തിരിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ രാജിക്കായി. നാണം കെട്ട് നാറിയിട്ട് ഈ മനുഷ്യൻ ഇറങ്ങിപ്പോകും. വേണമെങ്കിൽ പോകുന്ന പോക്കില് സെക്രട്ടേറിയറ്റ് ചിലപ്പോൾ പണയം വെച്ചു വരും. അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ വിശ്വാസത്തിൽ എടുക്കുന്നതാണോ മുഖ്യമന്ത്രി കരുതുന്നത്? നിങ്ങൾ എത്രമാത്രം ഡാമേജ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണല്ലോ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് BRINC, മറുഭാഗത്ത് അന്നൂർ ഉയർത്തിയ ആരോപണങ്ങൾ, സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, ആരൊക്കെ എവിടെയൊക്കെ കുഴപ്പങ്ങൾ ചെയ്യുന്നുണ്ടോ അവരുടെ കൂടെയൊക്കെ പിണറായി ഉണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എഴുതി വെച്ചോളൂ. UDF ജയിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഒരു രാജ്യസഭാ അംഗത്തിനെ പോലും ജയിപ്പിക്കുന്ന അംഗസംഖ്യ ഇടതുപക്ഷത്തിൽ ലഭിക്കില്ല. ആ മോഹത്തോടു കൂടി തന്നെ നിങ്ങൾ നിൽക്കുന്നവരൊക്കെ പറയാനുള്ളൂ. സ്ഥാനം എഴുതുമ്പോ ഈ പാർട്ടിനെ കൊണ്ടുപോയി പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ആർക്കില്ല. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ PR വിജയനായോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് CMP ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് മാർച്ചുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു മാർച്ചുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ K മുരളീധരൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. അതുകൂടാതെ CMP നേതാവും ഇപ്പോൾ മറുനാടനൊപ്പം ചേരുകയാണ്. PR വിജയനായി മാറിക്കഴിഞ്ഞു എന്നാണ്. അതെ, കേരളത്തിലൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ നിഷേധ്യ നേതാവായി അധികാരത്തിൽ വന്നൊരു മുഖ്യമന്ത്രിയാണ്. കേരളത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു സംഭവമാണ് ഞങ്ങളെല്ലാം മാധ്യമങ്ങളിലൂടെയും ഒക്കെ നേരിട്ടുമൊക്കെ അറിയുന്നത്. കേരളത്തിലൊരു മുഖ്യമന്ത്രി, കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ജനങ്ങളിടയിൽ പ്രവർത്തിക്കാൻ PR ഏജൻസി വേണ്ടി വന്നിരുന്ന ഒരു സാഹചര്യമാണ്. അത് തീർച്ചയായും കേരളത്തിൽ ലജ്ജാകരമെന്നല്ലാതെ വേറൊന്നും തന്നെ അതിനെക്കുറിച്ച് പറയാനില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്ന് പത്രസമ്മേളനം നടത്തുകയാണ്. ഇന്ന് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് CMPയുടെ നേതൃത്വത്തിൽ ഞങ്ങളിവിടെ സമരം സംഘടിപ്പിച്ചത്. കേരളത്തിലെ ഈ അഴിമതി മുഖ്യൻ രാജിവെക്കുക എന്ന്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ സമരം തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി അംഗം ഇവിടെ ഉദ്ഘാടകനായ ശ്രീ K മുരളീധരനടക്കം ഞാനടക്കം പറയുന്നത് ഞങ്ങളെല്ലാം കേരളത്തിലെ ജനത കാതോർത്തിരിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ രാജിക്കായി. അദ്ദേഹത്തിൻ്റെ ആ രാജി കേരളത്തിലെ ജനങ്ങളോടുള്ള ബാധ്യതയായിരിക്കും എന്ന് മാത്രം പറയാൻ ഈ അവസരത്തിൽ പറയാനുള്ളൂ. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വാർത്ത മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന അങ്ങനെയുള്ള യാതൊരു പ്രതീക്ഷയും വേണ്ട. കാരണം നാണം കെട്ട് നാറിയിട്ട് ഈ മനുഷ്യൻ ഇറങ്ങിപ്പോകുള്ളൂ. വേണമെങ്കിൽ പോകുന്ന പോക്കില് സെക്രട്ടേറിയറ്റ് ചിലപ്പോൾ പണയം വെച്ചു വരും. കാരണം ഈ പണയം വയ്ക്കാൻ ഒന്നും ബാക്കിയില്ല. ഇവിടെ ഏറ്റവും രസകരമായ കാര്യം RSSനെയും BJPയും പകൽ എതിർക്കുകയും രാത്രി ചങ്ങാത്തം കൊടുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി ഇപ്പൊ ഏതാണ്ട് പകലും ചങ്ങാത്തം തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഒരു പത്രത്തിലെ വാർത്ത ഈ 2023 മെയ്യിലെ മാത്രമല്ല 2024 ആഗസ്റ്റ് മാസത്തിൽ, അതായത് 1.5 മാസം മുമ്പും അജിത് കുമാർ RSS നേതാക്കളെ കാണുന്ന പ്രക്രിയ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം കണ്ടത് വത്സൻ തില്ലങ്കേരിനെയാണ്. അതായത് ദത്താത്രേയ ഹൊസബോള മുതൽ ഇവിടെ വത്സൻ തില്ലങ്കേരിയെ വരെ കണ്ടുവെങ്കിൽ അവിടെ എന്ത് വ്യക്തിപരമായിട്ടുള്ള സന്ദർശനമാണ് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. എന്ന് പറഞ്ഞ വ്യക്തിപരമായിട്ടുള്ള സന്ദർശനം എന്നല്ലേ. ഹൊസബോളനെ കണ്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ രാംമാധവനെ കോളത്ത് വെച്ചു കൊണ്ടു. ഇപ്പോഴാണ് വത്സൻ തില്ലങ്കേരിയുമായിട്ട് കഴിഞ്ഞ മാസം ഒക്ടോബർ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ആഗസ്റ്റ് മാസത്തിൽ അജിത് കുമാറിനെയും കണ്ടു എന്നാ പറയുന്നത്. അത് ഇവരും അവിടെ എന്താ സംഭാഷണം എന്താ എന്താ ജൂലൈയിൽ പെയ്യേണ്ട മഴ ആഗസ്റ്റിൽ പെയ്തതിനെ കുറിച്ചായിരുന്നോ കഴിഞ്ഞ ആഗസ്റ്റിലെ ചർച്ച? അപ്പോ എനിക്ക് അത്ഭുതം, ഈ നൂറ്റാണ്ടിലല്ലേ മുഖ്യമന്ത്രി ജീവിക്കുന്നത്. ഇദ്ദേഹം പറയുന്ന എല്ലാ നുണകളും അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ വിശ്വാസത്തിൽ എടുക്കുന്നതാണോ മുഖ്യമന്ത്രി കരുതുന്നത്? ഇവിടെ പറഞ്ഞു PR ഏജൻസിയെ കുറിച്ച്. ഇന്നലെ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ PR ഏജൻസി ആയിട്ടുള്ള എന്താ കൈസൺ അല്ലേ, കൈസൺ കമ്പനി. ഈ കൈസൺ കമ്പനി മഹാരാഷ്ട്രയില് ഈ അടുത്ത മാസം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ശിവസേന ഷിൻഡെ വിഭാഗത്തിന്റെയും BJPയും ചേർന്ന NDA മുന്നണിക്ക് വേണ്ടി PR വർക്ക് നടത്തുന്നവരാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ PR വർക്ക് ഏറ്റെടുത്ത കൈസൺ കമ്പനിയിലെ അംഗമായിട്ട് അന്ന് പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത സുബ്രഹ്മണ്യൻ, അദ്ദേഹം പഴയ MLA ജയകുമാറിന്റെ മകനാണെന്നാണ് പറയുന്നത്. ഇനി അതിൽ മുഖ്യമന്ത്രിക്ക് സംശയമൊന്നുമില്ലല്ലോ. അപ്പോ ഇയാളെ മുമ്പ് SFIയുടെ പ്രവർത്തകനുമായിരുന്നു.
അങ്ങനെയുള്ള ഒരു വ്യക്തി കൂടെ ഇരുന്നിട്ടാണ് മുഖ്യമന്ത്രി ഹിന്ദു എന്ന പത്രത്തിന് ഇന്റർവ്യൂ കൊടുത്തത്. ഇപ്പൊ സഖാക്കൾ ചോദിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഇന്റർവ്യൂ നടത്താൻ PR ഏജൻസിയുടെ ആവശ്യമുണ്ടോ എന്നാണ്. അതുകൊണ്ട് ഞങ്ങളും ചോദിക്കുന്നത് ആവശ്യമുണ്ടോ? അത് എന്തുകൊണ്ട് പിന്നെ PR ഏജൻസിനെ ആശ്രയിച്ചു? ഈ PR ഏജൻസി BJPക്ക് വേണ്ടി മഹാരാഷ്ട്രയിലെ PR വർക്ക് നടത്തുന്ന കമ്പനിയാണോ? അങ്ങനെ കമ്പനിയാണെങ്കിൽ ഈ PR ഏജൻസിയുടെ അവർക്ക് ആരാണ് ഇതിന്റെ കാശ് കൊടുത്ത ആരാ? ഈ PR ഏജൻസി ഫ്രീ ആയിട്ട് സർവീസ് അല്ലല്ലോ, കാശ് കൊടുക്കണ്ടേ? ആരാ കൊടുത്തത്? സംസ്ഥാന സർക്കാരാണോ CPM ആണോ? ദുര്യോധനങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ ഇന്ന് മുഖ്യമന്ത്രി അറിയാതെ എനിക്ക് അറിഞ്ഞുകൂടാ. ശരി, കാര്യം ഉറപ്പാണ്. ഒരു ഭാഗത്ത് PR ഏജൻസി, മറുഭാഗത്ത് അന്വർ ഉയർത്തിയ ആരോപണങ്ങൾ എന്താ? സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ. ഇത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയതാണ്. ആ ശിവശങ്കർ എത്ര മാസം ജയിലിൽ കിടന്നു? ഞാൻ ചോദിക്കട്ടെ, അരവിന്ദ് കേജ്രിവാളിനെ 5 മാസം ജയിലിലിട്ട എൻഫോഴ്സ്മെന്റ് ഇവിടെ എത്തുമ്പോ മാത്രം എന്താണ് ഈ ശിവശങ്കറിനെ മാത്രമാക്കിയത്? സാധാരണ രീതിയില് ഈ കുരുതി കൊടുക്കുമ്പോ മനുഷ്യന് വരെ മൃഗങ്ങളെ പകരം കൊടുക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു അത്ര പണ്ട് കാലത്ത്. അപ്പോ ഡൽഹിയിലെ മനുഷ്യനെ തന്നെ കുരുതി കൊടുത്തു കേജ്രിവാളിനെ. ഇവിടെ എത്തിയപ്പോ മനുഷ്യന് പകരം മൃഗത്തിന്റെ സ്ഥാനത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കുരുതി കൊടുത്തു. അപ്പൊ ഞാൻ അന്തർധാര വ്യക്തമാണ്. ഇപ്പൊ അതിന് പ്രത്യേകത ഉണ്ടല്ലോ, കുറെ കൈവടക്ക് കാര്യങ്ങളും കേൾക്കാറുണ്ട്. അപ്പൊ എനിക്ക് മുഖ്യമന്ത്രിയുടെ ഒരു കാര്യം പറയാനുള്ളത്, അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്നു, നിയമസഭാ ഇലക്ഷൻ വരുന്നു. എന്തിനാണ് ഈ ത്രികോണ മത്സരം? എന്തിനാണ്? ഒരു നേരിട്ടുള്ള മത്സരമാണല്ലോ. ആ BJPനും കൂടെ കലാശി വയ്ക്കിയ പോരെ. എന്നാ പിന്നെ രാത്രി തലയിൽ മുണ്ടിട്ട് കയറുണ്ടല്ലോ, പരസ്യവാദമായിക്കോട്ടെ. എന്തിനാ രാത്രി മുണ്ടിട്ട് കയറുന്ന ഏർപ്പാട്? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആരൊക്കെ എവിടെയൊക്കെ കുഴപ്പങ്ങൾ ചെയ്യുന്നുണ്ടോ അവരുടെ കൂടെയൊക്കെ പിണറായി ഉണ്ട്. അതായത് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ 2 കവചകുണ്ടലങ്ങളാണല്ലോ, ശശിയും അജിത് കുമാറും. ഈ കവചകുണ്ടലങ്ങളിൽ സ്വാധീനം ഉണ്ടെങ്കിൽ എന്ത് പ്രവൃത്തി ആർക്കും ചെയ്യാം. വേണമെങ്കിൽ സിദ്ദീഖിന്റെ പോലെ വിരുദ്ധ ആഹാരവും കഴിക്കാം, എന്നാലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് തന്നെ അറിയാലോ, ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച ഒരു പ്രതി, ബലാത്സംഗ കേസിലെ പ്രതി, നടനോ മറ്റെന്തായിക്കോട്ടെ, ആ പ്രതിക്ക് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവുണ്ടാവുന്നത് വരെ ആ മനുഷ്യനെ തൊട്ടില്ല എന്ന് പറഞ്ഞാൽ എവിടെ എത്തി നിൽക്കുക കേരളം? അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് അന്വർ ഉയർത്തിയ ആരോപണങ്ങൾ. ഇപ്പൊ അന്വർ എന്ന വ്യക്തിയല്ല, അദ്ദേഹം ആരോപണം ഉന്നയിക്കുമ്പോ ഭരണകക്ഷി MLA എത്തി. ഇപ്പൊ പുറത്താക്കി കാണും, പക്ഷെ ഉന്നയിക്കുമ്പോഴോ ഭരണകക്ഷി MLA ആണ്. എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു ജുഡീഷ്യൽ എൻക്വയറി നടത്തുന്നില്ല? ഇന്ന് ഞാനൊരു വാർത്ത കണ്ടത്, ക്യാബിനറ്റിൽ പൂരം കലക്കിയതിനെ കുറിച്ച് തുടരന്വേഷണം എന്ന് പറഞ്ഞു. എന്തന്വേഷണം? പൂരം കലക്കിയതിനെ കുറിച്ച് അന്വേഷണം വേണമെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം വേണം. അത് ഒന്നുകൊണ്ടും ഞങ്ങൾ തൃപ്തരാവില്ല, UDF തൃപ്തരാവില്ല. അതുകൊണ്ട് തന്നെ പ്രഖ്യാപിച്ച സമരങ്ങൾ പിൻവലിക്കുന്ന പ്രശ്നവുമില്ല. ജുഡീഷ്യൽ അന്വേഷണമാണോ ഞങ്ങൾ സ്വാഗതം ചെയ്യാം. അതുണ്ടോ? അല്ലാണ്ട് CPI-കാരെ പോലെ പഞ്ചവൃക്ഷം അടക്കിയാക്കാൻ ഞങ്ങളൊന്നും കിട്ടില്ല. ഇതിപ്പോ ഓരോന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവാ. എന്തായാലും അടുത്ത ആഴ്ച ഈ 2 ബൈ ഇലക്ഷൻ പ്രഖ്യാപിക്കും മിക്കവാറും. ആ ബൈ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോ അതിന്റെ കൂട്ടത്തില് വയനാടുണ്ടോ എന്നുള്ള വളരെ സംശയം. എന്താ അറിയോ, ഞാൻ മനസ്സിലാക്കിയത്, സംസ്ഥാന സർക്കാർ വയനാട് ഇലക്ഷൻ മാറ്റിവെക്കണം എന്ന് പറഞ്ഞൊരു സന്ദേശം കൊടുത്ത ഒരു വാർത്തയുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ, പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളെ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുമ്പോ അതിന്റെ അനുകൂലമായിട്ടുള്ള സാഹചര്യം പാലക്കാടും ചേലക്കരയിലും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപ്പൊ കേന്ദ്രത്തിന്റെ ആവശ്യം എന്താ? കഴിയുന്ന പ്രിയങ്കാ ഗാന്ധിയോടെ എത്താൻ കഴിയണം. എന്തായാലും ജയിക്കുന്നവർക്കറിയാം, അവിടെ എത്താൻ കഴിയുന്ന ലേറ്റ് ആക്കണം.
പിണറായിക്ക് ആവശ്യം എന്താ? ചേലക്കാരെയും പാലക്കാരും കഴിഞ്ഞു വിട്ടണം. ഒരു കാര്യം മുഖ്യമന്ത്രിയോട് പറയാനുള്ളൂ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എഴുതി വെച്ചോളൂ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് UDF ജയിക്കുന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. പക്ഷേ ഒരു രാജ്യസഭാ അംഗത്തിനെ പോലും ജയിപ്പിക്കുന്ന അംഗസംഖ്യ ഇടതുപക്ഷത്തിന് ലഭിക്കില്ല എന്ന് അടിവരയിട്ട് പറയാൻ ഈ സന്ദർഭം വിനിയോഗിക്കുക. മാത്രമല്ല, മിക്കവാറും പിണറായി വിജയനായിരിക്കും കേരളത്തിന്റെ ചരിത്രത്തിലെ അവസാനത്തെ CPM-ന്റെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിലും തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സർക്കാർ എത്രയും പെട്ടെന്ന്, എനിക്ക് പിണറായി രാജിവെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾ വേദമാശി ആരെ വേണമെങ്കിൽ അയക്കുമോ, തൽക്കാലം അങ്ങനെ തലം കൂടിയല്ലേ ഉള്ളൂ, ഇനി ജന്മം കയറാൻ പോകുന്നില്ല. ഏതായാലും പിണറായി പണിക്ക് പറ്റിയ ആളല്ല. പണ്ടൊരു ചൊല്ലുണ്ട്, ബാധ്യത കഴിയുമ്പോ തെങ്ങിന്റെ മണ്ടയും കൊണ്ടേ പോകുന്നു. പിണറായി വിജയൻ സ്ഥാനം എഴുതുമ്പോ ഈ പാർട്ടിനെയും കൊണ്ടേ പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ആർക്കുമില്ല. ഏതായാലും അതിശക്തമായ സമരങ്ങൾ ഒരു UDF മുന്നോട്ട് പോവാം. അതിന്റെ കൂടെ ഭാഗമായിട്ടാണ് ഇവിടെ CMPയുടെ നേതൃത്വത്തിൽ ഈ സെക്രട്ടേറിയറ്റില് ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത്. 8-ാം തീയതി UDF-ന്റെ അതിശക്തമായിട്ടുള്ള സമരം ഈ സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടക്കാൻ പോവാണ്. അതിനു മുമ്പ് രാജിവെക്കുന്നതാണ് മുഖ്യമന്ത്രിക്ക് നല്ലത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ CMPയുടെ ധർണ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ അഭിവാദ്യം. എന്തായാലും മുഖ്യമന്ത്രിയുടെ രാജിയിൽ കവിയാതെ ഒന്നുമില്ല എന്ന് തന്നെയാണ് CMP നേതാക്കളും അതുകൂടാതെ കോൺഗ്രസ് നേതാക്കളും പ്രതിപക്ഷവും എല്ലാം തന്നെ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.